ഉത്തർപ്രദേശിലെ സംഭാലിനെ കുറിച്ച് നമുക്കറിയാം. അതിനുശേഷം അവിടെ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുകയുണ്ടായി. ആ അന്വേഷണത്തിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനസംഖ്യയുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുകയാണ്. അത് ആ പ്രദേശത്തെ മാത്രം പ്രശ്നമല്ലല്ലോ. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ ഹിന്ദുക്കൾ ചില സ്ഥലങ്ങളിൽ ന്യൂനപക്ഷമായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഭൂരിപക്ഷം പ്രദേശങ്ങളിലും ഇപ്പോൾ ഭൂരിപക്ഷ മതമെന്ന് പറയുന്ന മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുന്ന ഹിന്ദുക്കൾ ന്യൂനപക്ഷം തന്നെയാണ്. പക്ഷേ ഹിന്ദുക്കൾ അത് പണ്ട് തൊട്ടേ ഗൗരവമായിട്ട് എടുക്കാറില്ല. നമ്മൾ കാശ്മീർ തൊട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കാശ്മീരിൽ നിന്ന് എല്ലാവരും കൽഹണൻ്റെ ഭൂമിയാണത്. ഹർഷവർദ്ധൻ മഹാരാജാവും ഒക്കെ ഭരിച്ചിരുന്ന പേരുകേട്ട ശ്രുതി കേട്ട വിഖ്യാതമായ ഭൂമിയാണ്. സന്യാസിമാർ അങ്ങനെയുള്ള വളരെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ താമസിച്ചിരുന്ന സ്ഥലം. ഇറാനിൽ നിന്ന് വന്ന സൂഫി പണ്ഡിതന്മാർ അവരും സന്യാസിമാരെ പോലെയുള്ള ജീവിതം നയിച്ച ആൾക്കാരാണ്. മതം മാറ്റുകയായിരുന്നു ചെയ്തത്. ആ മതം മാറ്റലിൻ്റെ ഫലമായിട്ടാണ് അവിടെ കംപ്ലീറ്റ് ഹിന്ദുക്കൾ പണ്ഡിറ്റ്സ് ഒഴികെ ബാക്കി എല്ലാവരും മുസ്ലിങ്ങളായിട്ട് മാറിയത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ബ്രാഹ്മണൻ നേതാവിനോട്, അവരുടെ എല്ലാം ആദീശനായിട്ടൊരു ബ്രാഹ്മണനോട് പറഞ്ഞു, മുസ്ലിമിൽപ്പെട്ട ഒരാൾ തന്നെ പറഞ്ഞു, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ, അതായത് ഇവർ മുഴുവൻ തിരിച്ച് ബ്രാഹ്മണരാക്കി മാറ്റാം, ഒരു പ്രയാസവും ഇല്ല, കാര്യങ്ങൾ അങ്ങൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഈ ബ്രാഹ്മണ നേതാവ് പറഞ്ഞത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ മാറിപ്പോയതല്ലേ, പരിവർത്തനം ചെയ്ത് അത് കുഴപ്പമില്ല, അവരങ്ങനെ തന്നെ തുടർന്നു കൊള്ളട്ടെ, അതിൽ പ്രശ്നമൊന്നുമില്ല, തിരിച്ചു കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഘർ വാപ്പസി ഒന്നും വേണ്ട എന്നുള്ള നിർദ്ദേശമാണ്. കാരണം എല്ലാ മതങ്ങളെയും ഒരുപോലെ കരുതുന്ന ഒരു മതത്തിനെ അങ്ങനെ മതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരികയോ പുറത്താക്കുകയോ ഒന്നും ചെയ്യാറില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഈ മതത്തിൽ നിന്ന് ആരെയും പുറത്താക്കാറുമില്ല, തങ്കയ്യാക്കാറില്ല, ഭ്രഷ്ട് കൽപ്പിക്കാറില്ല. അങ്ങനെ ഒരു മതമാണിത്. അപ്പം അങ്ങനെ ഒരു മതത്തിന് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അതാണ് ഇന്ത്യയുടെ മതേതരത്തിൻ്റെ അടിവേരെന്ന് പറയുന്നത്. അല്ല, അന്യമതങ്ങൾ ഇന്ത്യയിൽ പ്രചരിച്ചുണ്ടായിട്ടുള്ളതല്ലത്, അതിൻ്റെ അടിവേരതാണ്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന ആ അടിവേരങ്ങ് അറക്കുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഒരു വാശിയോടുകൂടി തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനും സമ്മർദ്ദ ശക്തിയാകാനും വേണ്ടിയിട്ട് ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടൊരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മത്സരം ഇവിടെ നടക്കുന്നു. അത് തന്നെയാണ് അപകടം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സ്പെസിമെനിലേക്ക് വന്നാൽ, സ്പെസിഫിക് ആയിട്ട് സംഭാലിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, എത്രമാത്രം ഒരു ഹിന്ദു ജനസംഖ്യയിൽ എത്രമാത്രം പാകിസ്ഥാനിൽ സംഭവിച്ചതിനേക്കാൾ വളരെ അധികം ലെയറിംഗ് ആയിട്ടുള്ള തരത്തിലാണ്, ഞെട്ടിക്കും വിധം തരത്തിലാണ് ജനസംഖ്യ സ്വാതന്ത്ര്യത്തിന് ശേഷം അവിടെ കുറഞ്ഞു പോകുന്നത്. ഇന്ത്യയിൽ വിഭജനം, മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രമെന്ന് പറഞ്ഞ് മുസ്ലിം രാഷ്ട്രം ഉണ്ടായ ശേഷം മതേതര രാഷ്ട്രമാണെന്നുള്ള സങ്കല്പത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിൽ സംഭാൽ എന്ന് പറയുന്ന പ്രദേശത്ത് 45% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ. ഇത് വർഗീയത പറയുകയാണെന്ന് പറയുന്നവർക്ക് പറയാം, നഗ്ന സത്യങ്ങൾ പറയുകയാണ്. എല്ലാ മതങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ന് 15%. 15% കുറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കുറഞ്ഞു? വർഗീയ സംഘർഷങ്ങളുടെ ഫലമായിട്ട് കുറഞ്ഞു. ആരായി വർഗീയ സംഘർഷം ഉണ്ടായത്? ഏത് മതത്തിനാണോ അവിടെ ഭൂരിപക്ഷം, ആ മതമാണ് അവിടെ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഭൂരിപക്ഷമില്ലെങ്കിലും ഞങ്ങൾ ന്യൂനപക്ഷമാണെങ്കിലും ഒരു 15 പേര് മതി, ഞങ്ങളിവിടെ കുളമാക്കാം, ഞങ്ങളിവിടെ സംഘർഷം ഉണ്ടാക്കി ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കാം എന്ന് വീരവാദം പറയുന്ന മതപണ്ഡിതന്മാരും മതനേതാക്കളുമുള്ള ഒരു മതത്തിൻ്റെ ആസൂത്രണം വഴി സൃഷ്ടിക്കപ്പെട്ട വർഗീയ കലാപങ്ങളിലൂടെ കുറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ കണ്ടു. സംഭാലിലേക്ക് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് തിരക്ക് കൂട്ടുകയായിരുന്നു പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഇവിടുന്നുള്ള രാഷ്ട്രീയ നേതാക്കളുമെല്ലാം. സംഭാലിൽ മുസ്ലിങ്ങൾക്ക് എന്തോ സംഭവിച്ചു എന്നതുപോലെയായിരുന്നു തിരക്കഥകൾ രചിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ പള്ളിയുടെ പുരാവസ്തു വകുപ്പ് നടത്തിയ പരിശോധന, കാരണം അവിടെ ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു, ഒരു പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ പോയ പരിശോധന, അതിനുവേണ്ടി നടത്തിയ പരിശോധന, ആ പരിശോധനയാണ് ഈ കലാപത്തിൽ. പരിശോധിക്കാൻ സമ്മതിക്കുകയില്ല. അവിടെ വരുന്ന ഭൂരിപക്ഷമുള്ള ജനങ്ങൾ പള്ളിക്ക് ചുറ്റും കൂടി എന്ന് മാത്രമല്ല 4 ഹിന്ദുക്കളെ തച്ചുകൊന്നു.
ചുറ്റുമുള്ള ഹിന്ദു ഭവനങ്ങൾ, അവരുടെ വ്യാപാരശാലകൾ, അവരുടെ വാഹനങ്ങൾ മുഴുവൻ അല്ല, ഈ കത്തിച്ചു. അക്രമം മാത്രമാണോ? മതപരിവർത്തനവുമില്ലേ? നാം ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് കണ്ടതാണല്ലോ. പക്ഷേ ഈ ന്യൂനപക്ഷം എന്നിട്ട് നിലവിളിക്കും ഭൂരിപക്ഷത്തിന്റെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ. മതപരിവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന മറ്റൊരു രീതിയിലാണ്. വിവാഹം കഴിക്കും. അതായത് ആ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ മറ്റാരും കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയില്ല. കല്യാണം കഴിക്കുകയാണെങ്കിൽ വരൻ മതം മാറണം എന്നുള്ളതാണ്. ഈ സമുദായത്തിലെ ആണുങ്ങൾ ഫ്രീ ആയിട്ട് മറ്റു മതങ്ങളിലെ ആൾക്കാരെ വശീകരിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്യും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി മാറണം മതം, അല്ലെങ്കിൽ അവർ ജീവനോട് ഇരിക്കില്ല. കോതമംഗലത്ത് കണ്ടതാണ്. നമ്മൾക്ക് തന്നെ ഉദാഹരണങ്ങളുണ്ടല്ലോ. സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ നിരാന്തരം. പക്ഷേ ഇത് കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയില്ല, ലവ് ജിഹാദായിട്ട് കേസ് കൊടുക്കുകയില്ല. വന്നു നമ്മുടെ വിധി എന്ന് പറഞ്ഞ് സമുദായപ്പെട്ട് കൈ കൊടുത്ത് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും എൻ്റെ അച്ഛനമ്മമാർ ഈ സംഭവത്തിന് ശേഷം. കാരണം നേരിടാൻ ശക്തിയില്ല അവർക്ക്. ആ അക്രമം വല്ലവർ പഠിച്ചിരിക്കുന്ന പച്ചക്കറിയും പ്രതികരിച്ചാൽ ഒറ്റപ്പെടുത്തും. മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒറ്റപ്പെടുത്തും. സാഫ്രോൺ ഭീകരത എന്ന് പറയും. സാഫ്രോൺ ഭീകരത എന്ന് പറയും. അതാണ് സംഭവം. സത്യം പറഞ്ഞാൽ അത് സാഫ്രോൺ ഭീകരതയായി. പക്ഷെ ആ ജനങ്ങളുടെ ആ സഹിഷ്ണുതാബോധം ഞാൻ ഈ പറയുന്നതാണ്. അത് ഒരു ക്ഷേത്രമായിരുന്നു. ക്ഷേത്രത്തിന്റെ മുകളിൽ നിർമ്മിക്കപ്പെട്ട, ക്ഷേത്രത്തിന്റെ അസ്ഥികൂടങ്ങൾക്ക് മുകളിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ശരി, നിങ്ങൾ ആ പള്ളി എടുത്തു, ആരും പിടിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ സത്യം എന്നറിയാൻ അതിനെന്തിനാണ് സത്യ മതം എന്നല്ലേ പറയപ്പെടുന്നത്? ആ മതം എന്തിനാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? സത്യം അറിയട്ടെ. സത്യം അറിഞ്ഞുകൊണ്ട് അത് സഹിക്കുകയാണ് ഹിന്ദുക്കൾ സഹിഷ്ണുതയോടുകൂടി. അവിടെ യാതൊരു വിധമായിട്ടുള്ള കാവ്യ ഭീകരതയും ഇല്ല, സഹിക്കുകയാണ്. പക്ഷെ വീണ്ടും വീണ്ടും കൊല്ലരുത് വരെ. സർവേ നടത്തിയതിൻ്റെ പേര് ഹിന്ദുക്കളുടെ കടകൾ എന്തിനാണ് നിങ്ങൾ തീ വെച്ചത്? വാഹനങ്ങൾ എന്തിനാണ് തീ വെച്ചത്? ഇങ്ങനെയുള്ള ഭീകരതകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടുത്തെ ജനസംഖ്യ കൊടുത്തത്. നാടുവിട്ട് പലായനം ചെയ്യുകയാണ്. എല്ലാവരും ഒന്നും മരിച്ചതല്ല. ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാക്കുക, വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഭൂരിപക്ഷ സമുദായം അവിടെ. അതല്ലേ ഭീകരത? അതല്ലേ വർഗീയത? അത് വർഗീയതയല്ലേ? നമ്മളൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. സംഭവത്തിൽ എന്തോ മുസ്ലിങ്ങളെ വിക്ടിമൈസ് ചെയ്യുന്നു, അവരുടെ പള്ളി പരിശോധിക്കും. പള്ളി പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് വിക്ടിമൈസേഷൻ ഉണ്ടാകുന്നത്? സത്യം അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു യാത്ര എങ്ങനെയാണ് നിങ്ങളുടെ പീഡനമായിട്ട് തീരുന്നത്? അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് തന്നെ എൻ്റെ സത്യാന്വേഷണ, സത്യ അതിനടിവര സത്വാന്വേഷണ പരീക്ഷണ കഥകൾ എന്നല്ലേ? അപ്പൊ സത്യം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് ഒരു സത്യമതം എതിർ നിൽക്കേണ്ട കാര്യമല്ല. അതാണ് നിങ്ങളുടെ മതത്തിനെ ഈഴ്ത്തിക്കൊണ്ട് പറയുന്ന കാര്യമല്ല അത്. പക്ഷേ ഈ അക്രമം നടത്തിക്കൊണ്ട് ആളുകളെ കുറയ്ക്കും. ശരി, ഭീരുക്കളാണ് ഹിന്ദുക്കൾ, ശരി, സമ്മതിച്ചു. അവരുടെ എണ്ണം കുറയ്ക്കുന്നത് വലിയ വിജയമായിട്ട് നിങ്ങൾ ഘോഷിക്കരുത്. അവരുടെ സഹിഷ്ണുതയുടെ വിജയമാണത്, നിങ്ങളുടെ വീരത്വത്തിൻ്റെ വിജയമല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയ ചിന്തകൾ നമ്മളിൽ നിന്നില്ലാതാവും. അതുപോലെ തന്നെ പല മസ്ജിദുകൾ ഉയർന്നു വന്നിട്ടുള്ളത് നിങ്ങളുടെ മേലല്ല, ഹിന്ദു ക്ഷേത്രങ്ങളുടെ അസ്ഥികൂടങ്ങളുടെ മേലാണ്. അതൊരു വിജയമായിട്ടല്ല കരുതേണ്ടത്. ഹിന്ദുക്കളോട് അല്പം ഒരു കാരുണ്യത്തോടെ പെരുമാറാനുള്ള മനസ്ഥിതിയാണ് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ അവരുടെ മതവെറിയല്ല ഉണ്ടാവേണ്ടത്. തിരിച്ചും മറിച്ചും പറയും. ഇപ്പോൾ RSSന്റെ മേധാവി തന്നെ ഈ സത്യങ്ങളെല്ലാം അറിയാവുന്ന ആൾ. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ അജണ്ട. ഇനി കാശി വിശ്വനാഥൻ അല്ലെങ്കിൽ മധുര ക്ഷേത്രം അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച് അതിനൊരു പിന്തുണയും കൊടുക്കുന്നില്ല. അതുപോലെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഓരോ പള്ളിയുടെ അടിയിൽ ലിംഗം പരിശോധിക്കേണ്ട ആവശ്യമില്ല. ലിംഗം ശിവലിംഗം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. പക്ഷെ സത്യം പരിശോധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സർവേ അത് നടത്തുന്നത് ഹിന്ദു സംഘടനകളല്ല, വിശ്വ ഹിന്ദു പരിഷത്തല്ല, മറിച്ച് അത് നടത്തുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ KK മുഹമ്മദ് എന്ന് പറയുന്ന വിശ്രുതനായിട്ടുള്ള ഇന്ത്യൻ മുസ്ലിം അധ്യക്ഷനായിരുന്ന, നേതൃത്വം വഹിച്ചിരുന്ന ആ സംഘടന സത്യം കണ്ടെത്താനുള്ള ആ സംരംഭങ്ങൾ നടത്തുമ്പോൾ സംഭാലായത് ഏത് ഭാലായാലും ശരി, അതിനെ വർഗീയ വെറി കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അത് ഒരു മതത്തെ അപഹാസ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യ മുഴുവൻ ഇത് കുറയുന്നുണ്ട്. നോക്കൂ, നമ്മുടെ കർണാടകത്തിലെ തന്നെ ഒരു പ്രത്യേക പ്രദേശത്ത്, കാപ്പിത്തോട്ടങ്ങളുള്ള പ്രദേശത്ത്, ഹിന്ദുക്കൾ മാത്രമുണ്ടായിരുന്ന പ്രദേശത്ത് ഹിന്ദുക്കൾ അവിടെ ന്യൂനപക്ഷമാണ്. 18% മറ്റൊരു മതത്തിൻ്റെ ജനസംഖ്യ അവിടെ വർദ്ധിച്ചത്. അതിനടുത്താണ് ഈ ധർമ്മസ്ഥലയൊക്കെ.
അവിടെയാണ് ധർമ്മസ്ഥലയിൽ ഒരു ക്ഷേത്രമുണ്ടെന്നതിൻ്റെ പേരിൽ അവിടെ ആളുകളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് ചെറിയ വെറുതെ നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് അൽ ജസീറ, പാകിസ്ഥാനിലെ ദ ഡോൺ പത്രങ്ങളിൽ ഹെഡ്ലൈനായിട്ട് വാർത്ത കൊടുത്തത്. അപ്പം ദ ഡോണും അൽ ജസീറയൊക്കെ കൊടുക്കുന്ന വാർത്തകൾ ഇതുപോലെയുള്ള കള്ളത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ മുസ്ലിം ഇസ്ലാം സഹോദരന്മാരും ഇത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ വാർത്തകൾ കണ്ടുകൊണ്ട് ഇവിടെ രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കരുത്. സത്യം ഇതാണ്. സംബാലിലേത് അത് ഹിന്ദുക്കൾ പറയുന്ന സത്യമല്ല, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നു. സംബാലിൽ അമ്പലത്തിന് മുകളിൽ തന്നെയാണ് പള്ളി ഉണ്ടായിരിക്കുന്നത്. നിങ്ങളിവിടെ ആരാധന നടത്തിക്കോളൂ, ഞങ്ങൾ യാതൊരു ക്ലെയിമിനും വരുന്നില്ല. പക്ഷെ ആ സത്യം തിരിച്ചറിയണം. ഹിന്ദുക്കളുടെ ജനസംഖ്യ അവിടെ 45% നിന്ന് 15% കുറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. ആ സത്യം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു. അല്ലാതെ പിന്നെ നറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് പത്രങ്ങളിൽ വാർത്തകൾ വരും. കേരളത്തിലും മാധ്യമങ്ങളുള്ള പോലുള്ള പത്രങ്ങളിൽ വരും, മീഡിയ വൺ ചാനലുകളിൽ വരും. അതല്ല സത്യം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കെ മുഹമ്മദ് അധ്യക്ഷം വഹിച്ചിരുന്ന ആ സംഘടന പറയുന്നതാണ് സത്യം, ശാസ്ത്രീയമായ സത്യം. അത് ഇന്ത്യക്കാരെല്ലാവരും, ഇടതുപക്ഷക്കാരും മതപ്രീണനം നടത്തുന്നവരും എല്ലാം ഒന്ന് ഉൾക്കൊണ്ടാൽ നമ്മുടെ വർഗീയ പ്രശ്നങ്ങളെല്ലാം അവിടെ അവസാനിക്കും. സാഹോദര്യത്വം നിലവിൽ വരും. അതിനുവേണ്ടിയാണ് സത്യം കണ്ടെത്തണം എന്ന് പറയുന്നത്. ചരിത്രം ആര് വളച്ചൊടിച്ചാലും അത് അസത്യമാണ്. റൊമീല താപ്പിലായാലും ശരി, മറ്റാരായാലും ശരി, അത് വളച്ചൊടിക്കൽ അസത്യവും ചരിത്രം സത്യവുമാണ്. അസ്ഗർ അലി എഞ്ചിനീയർ ആയാലും ശരി, ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് വലിയ കൊടിയ പാപം തന്നെയാണ്.